ദേവദത്തൻ PS. കല്ലറ തുമ്പോട് മഹാദേവ ക്ഷേത്രം. അത് തിരുവനന്തപുരത്തിന്റെ അതിർത്തിയാണ്. അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം കൊല്ലവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കല്ലറ. കല്ലറയിലെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലമാണ് തുമ്പോട് മഹാദേവ ക്ഷേത്രം. തുമ്പോട് മഹാദേവ ക്ഷേത്രം സനാതന ധർമ്മ പരിപാലനാർത്ഥം ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ശിവശക്തി പുരസ്കാരം. കല്ലറ തുമ്പോട് മഹാദേവ ക്ഷേത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ശിവശക്തി പുരസ്കാരം ഇപ്പോൾ താങ്കൾക്കാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, ഇവിടെ ആഴിമല ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സമുദ്ര തീരത്തായി നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരവും ദൈവ സങ്കല്പത്തിന്റെ അത്യുദാത്തമായ ശില്പഭംഗി, ശിവചൈതന്യം തുടിച്ച് നിൽക്കുന്ന ശിവപ്രതിമയിൽ അതിനോടനുബന്ധിച്ച് താഴെ ശിവപുരാണത്തിലും മറ്റ് പുരാണങ്ങളിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പല സന്ദർഭങ്ങളും കോർത്തിണക്കി നിർമ്മിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രവും. ഇത് രണ്ടും വളരെ ഗംഭീരമായി നിർമ്മിക്കുവാനും രൂപപ്പെടുത്തുവാനും അത് അടുക്കും ചിട്ടയോടും കൂടി പ്രദർശിപ്പിക്കുവാനും അങ്ങയുടെ പ്രയത്നം കൊണ്ട്, താങ്കളുടെ പ്രയത്നം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് തുമ്പോട് ശിവക്ഷേത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ശിവശക്തി പുരസ്കാര നിർണയ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഉത്സവമായ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് 2025 ഡിസംബർ 30 നടക്കുന്ന ആധ്യാത്മിക സദസ്സിനോടനുബന്ധിച്ച് ഈ പുരസ്കാരം താങ്കൾക്ക് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ലോകപ്രശസ്ത യോഗാഗുരുവും ആധ്യാത്മിക ചിന്തകനും നമുക്ക് സന്യാസി എന്ന് പറയാവുന്ന തലത്തിൽ ഉന്നതനുമായ സ്വാമി ശാന്തി പ്രസാദ് അവர்களാണ് താങ്കൾക്ക് ഈ പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാര ലഭ്യതയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? നമ്മുടെ പുരസ്കാരങ്ങള് പലതായിട്ട് വരുന്നുണ്ടായിരുന്നു മുന്നേക്ക. ഈ പുരസ്കാരങ്ങളിൽ തന്നെ പല ഫേക്കായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രതിമ ചെയ്ത സമയത്തൊട്ട് ഉള്ള അനുമോദനങ്ങൾ, പുരസ്കാരങ്ങൾ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്നുള്ളതില് ചിലര് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സമീപിക്കുന്നവരുണ്ട്. മറ്റു ചിലര് ഒരു ജസ്റ്റ് ഫോർ ഒരു ഇതായിട്ടും തരുന്നവരുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പുരസ്കാരമാകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നമുക്ക് അത് വളരെയധികം സന്തോഷം തോന്നും, ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതൊരു ഫീലാണ്. അതായത് തരുന്ന ആളിന്റെ ഒരു മനസ്സാണ് വാങ്ങുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം തോന്നുന്നത്. അത് പുരസ്കാരം തരാൻ ഒരാള് ആ ഒരു മനസ്സ് കാണിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ കാരണം നമ്മൾ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണം ഈ ക്ഷേത്രകലകൾ അല്ലെങ്കിൽ ക്ഷേത്ര ശില്പങ്ങൾ എന്നൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇങ്ങനെ കലയെ പലപ്പോഴും ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സംഗതിയുണ്ട്. അത് നമ്മുടെ പൊതുസമൂഹത്തില് ഇപ്പോ കലാകാരന്മാര് എസ്റ്റാബ്ലിഷ് ആവുന്നില്ല. കാരണം ഈ ക്ഷേത്ര ശില്പങ്ങളില്, ക്ഷേത്രകലകളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവര് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം അവര് ഫൈൻ ആർട്സ് ലെവലിലോട്ട്
പലരും ചിന്തിക്കുന്നില്ല. അതിനെ ഒരു ഒരു പ്രത്യേക കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ മാറ്റി നിർത്തുന്നു. അതായത് അതൊരു പ്രത്യേക പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയാണ് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് കേരളത്തിൽ വേറെ അവസരങ്ങളില്ലെന്നാണ്. ഒരു സിറ്റി വളർന്നു വരാനോ അല്ലെങ്കിൽ വേറെ തരത്തിൽ പെട്ടെന്ന് വരാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതും ആയുധനായതുകൊണ്ടും നമ്മളൊരു അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും ആണ് ഇങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് അതിനെ വിജയിപ്പിക്കാനും നമ്മുടെ അമ്പലത്തിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജനശ്രദ്ധയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കലാസൃഷ്ടി വഴി കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ പുരസ്കാരങ്ങളും വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം അതൊരു ഒരു മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വർക്കുകൾ ചെയ്യാനും നമ്മളെ സമൂഹം ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ എന്നൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. തിരുജടയിൽ കുളിർ മന്ദാകിനിയും നെറുകയിൽ അമ്പിളിയും ഓങ്കാരപ്പൊരുൾ പാടും തുടിയും തൃശൂലവും കയ്യിൽ ശങ്കരനെ ശിവ സങ്കടഹരനെ ഞങ്ങളിൽ ഉണരേണം എന്ന ONV കുറുപ്പ് സാറിന്റെ പാട്ട് അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആഴിമല സമുദ്രത്തിന് സമീപത്തായി ഒരു മനോഹര ശില്പം പടുത്തുയർത്തുന്നതിന് താങ്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് താങ്കളെ ഇവിടെ വന്ന് കാണുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ സമുദ്ര തീരത്തായിട്ട് ഇങ്ങനെ ഒരു ശില്പം നിർമ്മിക്കണം, അങ്ങനെ അത് പടുത്തുയർത്തണം എന്ന് ഉണ്ടായ ചിന്ത എങ്ങനെയാണ് ഉണ്ടായത്? ഏത് തരത്തിലാണ് അത്തരത്തിൽ ചിന്ത ഉണ്ടായത്? അത് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ചിന്ത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ ഇവിടെ ജനിച്ചു എന്നുള്ളതാണ്. ഞാൻ ജനിച്ച സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലം നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ലോകം അറിയുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. അമ്പലവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഒരു പുതിയ ഒരു സംഗതി കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ മേൽശാന്തി പുള്ളിക്കും അവർ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിച്ച് ഡിസൈൻ ചെയ്തൊക്കെ തുടങ്ങി. അതാണ് അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്. പിന്നീട് ഇത് കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇവിടെ കടല് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു ഭംഗിയാണ് നമുക്ക് കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സംഗതി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നായിരിക്കാം നമുക്കെല്ലാം തോന്നിയത് ഇവിടെ നമ്മളെ കൊണ്ടും എത്ര മനോഹരമാക്കാൻ പറ്റും അതിനനുസരിച്ച് നമുക്കും ചെയ്യാമല്ലോ. അപ്പോൾ അത് നമ്മുടെ ക്ഷേത്രത്തിലോട്ടോ ആൾക്കാർ വരും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്.